ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡീപ്പ് ക്ലീനിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കുറേ കാര്യങ്ങളും അതുപോലെ അതിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സും അതുപോലെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുക. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ടൈമും സെറ്റ് ചെയ്ത് വെക്കുക. ഏത് റൂമിലാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ടത്, അപ്പോൾ അതിന് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഫുൾ ഹൗസ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മളൊരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ട സാധനങ്ങൾ മൈക്രോ ഫൈബർ ക്ലോത്ത്, ബ്രഷ്, മോപ്പ്, വാക്യൂം, ബക്കറ്റ്, ഡസ്റ്റർ, ഗ്ലൗസ്, ക്ലീനർ, ബേക്കിംഗ് സോഡ, വിനീഗർ, ഇങ്ങനത്തെ ട്രാഷ് ബാഗുകൾ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്യാം. മാക്സിമം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുക. ഫാമിലീനെയും കൂടി കൂട്ടാൻ വേണ്ടി നോക്കുക. ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു മൊമെൻറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അത് ഓർത്തില്ല, ഇത് മറന്നുപോയി, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളുടെ സമയമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു സീരീസായിട്ട് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ ക്ലീൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം ഒന്ന് ഡീക്ലട്ടർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാ റൂമിലും പോയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളിലും കളയേണ്ട സാധനങ്ങളൊന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. ഇപ്പം അല്ലാതെ തന്നെ മിസ്പ്ലേസ് ചെയ്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഓരോന്നിൻ്റെ പ്ലേസിൽ തന്നെ കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലീനിങ് കുറേയും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ടതുണ്ടെങ്കിലോ നന്നാക്കേണ്ടതുണ്ടെങ്കിലോ കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴത്തോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഓരോ സോൺസ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അതായത് ഇപ്പോൾ മുകളിൽ നിന്ന് സീലിങ്ങിൻ്റെ കോർണേഴ്സിൽ നിന്നും മറ്റേ മാറാലയും പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ, ഫാന്, അങ്ങനെ വന്ന് പിന്നെ നമ്മുടെ ഷെൽഫുകൾ, ഫർണിച്ചർ, പിന്നെ ഫൈനലി നമ്മുടെ ഫ്ലോറ്, ഇങ്ങനെ പോവുക. അതുപോലെ ഒരു റൂമിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണ്ടി പോകാൻ വേണ്ടി നോക്കുക. വലിയ റൂമാണെങ്കിൽ അതിന് ഓരോരോ സോണായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് പോവുക. അപ്പം എന്താ പറയുക, ഒരു സ്ഥലത്ത് ഡസ്റ്റ് പിന്നെയും മറ്റേ സ്ഥലത്തേക്ക് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഓരോ സർഫസസിനും അനുയോജ്യമായ ക്ലോത്തുകൾ എടുക്കുക, ഡസ്റ്റ് ചെയ്യാനും വൈപ്പ് ചെയ്യാനും, വെറ്റ് വൈപ്സ്, അങ്ങനെ. പിന്നെ നമ്മുടെ കയ്യിലൊരു ട്രാഷ് ബാഗ് കളക്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് പിന്നെ സാധനം മാറ്റിക്കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ അതിനകത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കാനും നമുക്കൊരു പ്രോഗ്രസ് കാണാനും പറ്റും. പിന്നെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് എല്ലാം മാറ്റുക. അതുപോലെ പാൻട്രിയിൽ നിന്നെല്ലാം തന്നെ ഒന്ന് മാറ്റുക. എന്നിട്ട് ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടും ഹാൻഡിലും ബാക്ക് സ്പ്ലാഷ് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ ഓരോ അപ്ലയൻസസും മാറ്റി അതിൻ്റെ അടിയിലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. മൈക്രോവേവ് ക്ലീൻ ചെയ്യുക, അവൻ ക്ലീൻ ചെയ്യുക, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഷെൽഫുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞ് ഫുൾ ക്ലീൻ ചെയ്യുക. പിന്നെ സിങ്ക് ഒന്ന് സാനിറ്റൈസ് ചെയ്തെടുക്കുക, ടാപ്സൊക്കെ ക്ലിയർ ചെയ്യുക, ഗാർബേജൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഡിസ്പോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പാൻട്രി ഫുള്ളൊന്ന് റീഓർഗനൈസ് ചെയ്യുക. നമ്മുടെ എല്ലാ സാധനങ്ങളും ഒന്ന് കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വൈപ്പ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഫുള്ളൊന്ന് അടിച്ച് തുടച്ചെടുത്താൽ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഒരുവിധം സെറ്റാവും അല്ലേ. പിന്നെ ബാത്റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആണെങ്കിൽ ബാത്റൂമിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ടവൽസും ഷാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ മാറ്റുക. കേർട്ടൻസും ഷവർ കേർട്ടനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുകളെല്ലാം ഒന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ ടൈൽസിലൊക്കെ അടിച്ചു കൊടുക്കുന്ന സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കുക. പിന്നെ ഷവേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡോസ് ഉണ്ടാവില്ലേ, നമ്മുടെ സെപ്പറേഷൻ, ആ സംഭവങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്യുക. ടാപ്സ് ക്ലീൻ ചെയ്യുക, ഷവർ ഹെഡ് ക്ലീൻ ചെയ്യുക, എല്ലാം ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യുക. മിറേഴ്സും എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്യാബിനറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എക്സോസ്റ്റ് ഫാനും പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഫൈനലി നമ്മൾ ഫ്ലോറൊന്ന് മോപ്പ് ചെയ്തിട്ട് ഫ്രഷ് ടവൽസൊക്കെ വയ്ക്കുക.
പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫ്ലോറ്, കാർപ്പറ്റ് ഇതൊക്കെ. അപ്പോൾ കംപ്ലീറ്റ് നമ്മളൊന്ന് വാക്യൂം ചെയ്യുക. ചെറിയ ഫർണിച്ചേഴ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ അടിയിലുള്ള ഡസ്റ്റുകളും എല്ലാം ഒന്ന് മാറ്റുക. ചെറിയ ചെറിയ കോർണേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഹാർഡായിട്ടുള്ള ഫ്ലോറാണെങ്കിൽ നന്നായിട്ടൊന്ന് സ്വീപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ മോപ്പ് ചെയ്തെടുക്കുക. കൂടുതൽ വുഡ് സർഫസസ് ഒക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കാണ്ടൊക്കെ നോക്കുക. കാർപ്പറ്റുകളും റഗ്ഗുകളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ റഗ്ഗുകളൊക്കെ പുറത്തൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കുക. പിന്നെ ഉള്ളതാണ് ഹിഡൻ പ്ലേസസ് ഒക്കെ കുറച്ചുണ്ടാവും. മൈക്രോ ഫൈബർ ഡസ്റ്റർ വെച്ചിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതായത് വാർഡ്രോബിൻ്റെ മുകളിൽ, സീലിംഗ് ഫാനിൻ്റെ ബ്ലേഡുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഡസ്റ്റ് ചെയ്യണം. പിന്നെ എല്ലാ ലൈറ്റിൻ്റെയും പിക്ചർ ഫ്രെയിമിൻ്റെയൊക്കെ മുകളിലൊക്കെ വരുന്ന ഡസ്റ്റൊക്കെ നമ്മൾ തുടച്ച് തന്നെ എടുക്കണം. ടോൾ ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചെയ്യണം. പിന്നെ ഇലക്ട്രോണിക്സൊക്കെ നമ്മൾ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. അപ്പോൾ അതും നമ്മുടെ വീട്ടിലെ ഡസ്റ്റ് കുറയുകയും ചെയ്യും. പിന്നെ ഉള്ളതാണ് നമ്മുടെ അപ്ഹോൾസ്ട്രി, മാട്രസ്, സോഫയുടെ സാധനങ്ങളൊക്കെ ഇല്ലേ, കുഷൻ കവർ, ബെഡ്ഷീറ്റ്, ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ വാക്യൂം ചെയ്യേണ്ടതും അതുപോലെ കുഷൻസിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ ഒക്കെ ഒന്ന് ചെയ്യുക. ബേക്കിംഗ് സോഡ വെച്ചിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിയോഡ്രൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ മാട്രസൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഉള്ളതാണ് വിൻഡോസ്, കർട്ടൻസ്, ബ്ലൈൻഡ്സ്, ഗ്ലാസ്. അപ്പോൾ ബ്ലൈൻഡ്സൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. കർട്ടൻസ് ആണെങ്കിൽ നമ്മൾ പുറത്തെടുത്ത് നന്നായിട്ട് അലക്കുക കറക്റ്റായിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ വിൻഡോൻ്റെ ട്രാക്സൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഗ്ലാസിൻ്റെ സംഭവങ്ങൾക്ക് നമ്മൾ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫൈനലി ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഇൻസ്പെക്ഷൻ വയ്ക്കുക. നമ്മുടെ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടോ. പിന്നെ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ പ്ലേസിലോട്ട് എടുത്ത് വെക്കുക. പിന്നെ ഒരു കലണ്ടർ സെറ്റ് ചെയ്യുക, അതൊന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ. അതായത് ഡെയിലി നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം, വീക്ക്ലി നമ്മൾ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, മന്ത്ലി നമുക്ക് ഇതുപോലെ അവനും ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഫാമിലി മെമ്പേഴ്സിനും കുറച്ച് ടാസ്കുകളൊക്കെ കൊടുക്കുക. ഫൈനലി നമ്മളിങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എന്തായാലും ആ ഒരു ഇഫക്റ്റ് നമ്മുടെ വീടിനുണ്ടാവും. അപ്പോൾ ഇതൊരു മോട്ടിവേഷനായിട്ട് കണക്കാക്കുക. നമ്മുടെ വീട് ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയും കൂടി സക്സസ്ഫുള്ളായിട്ടും മോട്ടിവേറ്റിങ്ങുമായിട്ടും ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റും. ഒരു ക്ലീനിങ് മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് ഈ വീഡിയോ എടുക്കുക. ആരെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീട് ക്ലീൻ ചെയ്യാൻ പറ്റട്ടെ. നമുക്കൊരു മോട്ടിവേറ്റിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനും ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനും ഒക്കെ പറ്റട്ടെ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈ ബട്ടൺ പ്രസ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.